സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് എന്താണ് RCI. RCI എന്ന് പറയുന്നത് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. RCI ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ, അത് മാനസികപരമായിക്കൊള്ളട്ടെ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് റിഹാബിലിറ്റേഷൻ സാധ്യമാക്കാനായിട്ട്, അതിനെ മേൽനോട്ടം വഹിക്കാനായിട്ട്, അതിനാവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, കോഴ്സുകളെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട്, അതിനായിട്ടുള്ള മാൻ പവറുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത്. ഇതിന് ഉദാഹരണങ്ങളായിട്ട് മറ്റു പല സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുണ്ട്. ഉദാഹരണത്തിനായിട്ട് പണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, അത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കൗൺസിലുകൾ നമുക്ക് കാണാവുന്നതാണ്. മേഖലകൾക്കാണ് മേൽനോട്ടം വഹിക്കുന്നതും അതിനെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകളും കോഴ്സിന് സിലബസും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും അതിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതൊക്കെ. അതുപോലെ മനഃശാസ്ത്ര മേഖലയിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് നിലനിർത്താനായിട്ട് രൂപം കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത്. സോ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യുന്നതിനും റിഹാബിലിറ്റേഷനും ഉള്ള അംഗീകാരം നൽകാവുന്ന MPhil ക്ലിനിക്കൽ സൈക്കോളജി, MPhil ഇൻ റിഹാബിലിറ്റേഷൻ സൈക്കോളജി, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ആസ് വെൽ ആസ് റിഹാബിലിറ്റേഷൻ സൈക്കോളജി, ഇവയെല്ലാം മോണിറ്റർ ചെയ്യുന്നതും അതിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യുന്നതും അതിനാവശ്യമായിട്ടുള്ള സിലബസുകളും അപ്രൂവൽസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ RCI ആണ്. സോ ഇത് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്.